സെക്കൻഡ് ഇയറിലെ സോളിഡ് സ്റ്റേറ്റ് എന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇംപെർഫെക്ഷൻ ഇൻ സോളിഡ്സ് അല്ലെങ്കിൽ പോയിന്റ് ഡിഫെക്ട്സ് എന്നുള്ള ഈ ടോപ്പിക്. എക്സാമിനേഷൻ ഓഫ് പോയിന്റ് ഓഫ് വ്യൂ 3 മാർക്സ് വരെ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോളിഡ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാമെന്ന് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ കേട്ടിട്ടുണ്ട്. അമോർഫസ് സോളിഡ്സ് ആൻഡ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. എമംഗ് ദ ക്രിസ്റ്റലൈൻ സോളിഡ്സ് അവര് പാർട്ടിക്കിൾസ് ആർ ഹാവിംഗ് മാക്സിമം ഓർഡേർഡ് അറേഞ്ച്മെന്റ് ആണ്, ലോങ് റേഞ്ച് ഓർഡർ ആണ് എന്ന പോയിന്റ് നമ്മളിവിടെ പഠിച്ചതാണ്. ഇനി ഈ സോളിഡ്സിൽ എല്ലാ പാർട്ടിക്കിൾസും 100% ഓർഡേർഡ് അറേഞ്ച്മെന്റ് ആയിരിക്കില്ല എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് അബ്സല്യൂട്ട് സീറോ ദ എൻട്രോപ്പി ഓഫ് എ പെർഫെക്റ്റ്ലി ക്രിസ്റ്റലൈൻ സോളിഡ് ഈസ് സീറോ എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിൽ മാത്രമാണ് ഒരു സോളിഡ് 100% ഓർഡേർഡ് അറേഞ്ച്മെന്റിലേക്ക് വരിക എന്നുള്ളതാണ്. പക്ഷേ അത്തരം ഒരു ടെമ്പറേച്ചർ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റാത്തത് കൊണ്ട് തന്നെ സോളിഡ്സിൽ ചില ഇറഗുലാരിറ്റീസ് ഇൻ ദ ആറ്റംസ് ഓർ അയോൺസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ സോളിഡ്സിൽ പാർട്ടിക്കിൾസിന്റെ ഇറഗുലാരിറ്റി ഓർ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി ആറ്റംസ് ഓർ അയോൺസ്, അതിനെയാണ് നമ്മൾ പോയിന്റ് ഡിഫെക്ട്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇങ്ങനെ ആറ്റംസ് ഓർ അയോൺസ് ഡിസ്പ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ മിസ് ചെയ്യുക, അങ്ങനെയുള്ള ഒരു പർട്ടിക്കുലർ അയോൺസിൽ പർട്ടിക്കുലർ പോയിന്റിൽ ഉണ്ടാവുന്ന ഈ ഡിഫെക്ട്സിനെയാണ് നമ്മൾ പോയിന്റ് ഡിഫെക്ട്, ജനറലി പറയുന്നതാണ് ഇംപെർഫെക്ഷൻ ഇൻ സോളിഡ്സ് എന്നുള്ളത്. ഇതിനെ വളരെ ലളിതമായിട്ട് നമ്മൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പറയുന്നത്. പോയിന്റ് ഡിഫെക്ട്സിനെ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഒന്നാമത്തത് that is called stoichiometric defect എന്നതാണ്. Second one is called non-stoichiometric defect and the third one is called impurity defect എന്നുള്ളതാണ്. ഇതിന് സബ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് 1 by 1 ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പോയിന്റ് ഡിഫെക്ട്സിൽ ഒന്നാമത്തെയാണ് സ്റ്റോയിഷ്യോമെട്രിക് ഡിഫെക്ട് എന്ന് പറയുന്നത്. അതായത് സോളിഡിനകത്ത് ഡിഫെക്ട്സ് ഉണ്ടാകും, പക്ഷേ ദാറ്റ് ഡു നോട്ട് ഡിസ്റ്റർബ് ദ സ്റ്റോയിഷ്യോമെട്രി ഓഫ് ദി കോമ്പൗണ്ട് എന്നാണ്. അതിന്റെ സ്റ്റോയിഷ്യോമെട്രിക് ചേഞ്ച് ഉണ്ടാവാതെ ഉള്ള ഡിഫെക്ട്സിനെയാണ് നമ്മൾ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫെക്ട് എന്ന് പറയുന്നത്. ദേ ആർ ഓഫ് 2 types called vacancy defect and interstitial defect എന്ന് പറയും. ഇനി ഇതിനകത്തുള്ള വേക്കൻസി കാരണം ഉണ്ടാകുന്ന ഗ്യാപ്പ് അല്ലെങ്കിൽ വേക്കൻസി കാരണം ഉണ്ടാകുന്ന ഡിഫക്റ്റിനെയാണ് നമ്മൾ വേക്കൻസി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അത് 2 ടൈപ്സിലാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ഷോർട്ട് കീ ഡിഫെക്ട് ആൻഡ് ഫ്രങ്കൽ ഡിഫെക്ട്. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഷോർട്ട് കീ ഡിഫെക്ട് ആൻഡ് ഫ്രങ്കൽ ഡിഫെക്ട്. 100% ആയിട്ട് എക്സാമിന് വരുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ ഇനി അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ് ചെയ്യുന്നത്. വേക്കൻസി ഡിഫെക്റ്റിലെ ആദ്യ ഡിഫെക്റ്റ് ആണ് നമ്മൾ പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ഷോർട്ട് കീ ഡിഫെക്ട്. ഞാൻ നേരത്തെ പറഞ്ഞു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് വരുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ഷോർട്ട് കീ ഡിഫെക്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ ഞാനൊരു സോളിഡിന്റെ ക്രിസ്റ്റൽ സർഫസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഇവിടെ 8 A+ അയോണും 8 B- അയോണും ഉള്ള ഒരു പെർഫെക്റ്റ് ഓർഡേർഡ് ആയിട്ടുള്ള ഒരു ക്രിസ്റ്റൽ ആണ് നമ്മളിപ്പോൾ ഇവിടെ വരച്ചിട്ടുള്ളത്. ഇങ്ങനെ ഉള്ള സോളിഡ് ഇപ്പൊ ഇതിനകത്ത് ഡിഫെക്റ്റ് ഇല്ല. പക്ഷേ ഷോർട്ട് കീ ഡിഫെക്ട് എന്ന് പറഞ്ഞാൽ എന്താ? മിസ്സിംഗ് ഓഫ് ഈക്വൽ നമ്പർ ഓഫ് ആനയോൺസ് ആൻഡ് കാറ്റയോൺസ് അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അവിടെ ആനയോണും കാറ്റയോണും, ഒരു കാറ്റയോൺ ഇവിടുന്ന് പോയി നമുക്ക് അതിന് തൊട്ടടുത്തുള്ള ഒരു ആനയോൺ അല്ലെങ്കിൽ നമ്മൾ ഈ ക്രിസ്റ്റലിലുള്ള ഒരു ആനയോൺ ഒരു B- പോയി, ഒരു A+ അവിടുന്ന് പോയി. അവിടെ വേക്കൻസി ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യാണ്. അങ്ങനെയുള്ള ഡിഫെക്റ്റിനെയാണ് നമ്മൾ ഷോർട്ട് കീ ഡിഫെക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഡെഫിനിഷൻ പഠിക്കണം. ഇറ്റ് അറൈസസ് ഡ്യൂ ടു ദി മിസ്സിംഗ് ഓഫ് ഈക്വൽ നമ്പർ ഓഫ് ആനയോൺസ് ആൻഡ് കാറ്റയോൺസ്. അപ്പൊ ഇവിടെ വേക്കൻസി ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഇതിന് വേക്കൻസി ഡിഫെക്ട് എന്ന് പറയുന്നത്. മാത്രമല്ല രണ്ടും ഈക്വൽ നമ്പർ പോകുമ്പോ നേരത്തെ 8
A പ്ലസ് 8 B മൈനസ് ഉണ്ടായിന് 8:8 = 1:1 ആണ്. ഇപ്പോ 7:7 ആണ്. അതും 1:1 ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ അതൊരു സ്റ്റോയിഷിയോമെട്രിക് ഡിഫക്റ്റ് കൂടിയാണ്. ഡിഫക്റ്റ് ഉണ്ടായിട്ടുമുണ്ട്, പക്ഷെ സ്റ്റോയിഷിയോമെട്രി ചേഞ്ച് ചെയ്തിട്ടില്ല, അവിടെ ബാലൻസ് ചെയ്തിട്ടുണ്ട് A പ്ലസിന്റെയും B മൈനസിന്റെയും എണ്ണം. അപ്പൊ ഇതൊരു സ്റ്റോയിഷിയോമെട്രിക് ഡിഫക്റ്റ് ആണ്, വേക്കൻസി ഡിഫക്റ്റ് ആണ്. ഇറ്റ് അറൈസസ് ഡ്യൂ ടു ദി മിസ്സിംഗ് ഓഫ് ഈക്വൽ നമ്പർ ഓഫ് ആനയോൺസ് ആൻഡ് കാറ്റയോൺസ്. ഡിഫറൻസ് ചോദിക്കും ഷോർട്ട് കീയും ഫ്രങ്കലും തമ്മിലുള്ളത്. അപ്പൊ ഷോർട്ട് കീ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റ്സ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ? അപ്പൊ ഈ ഡയഗ്രാം പഠിക്കണം, മിസ്സിംഗ് ഓഫ് ഈക്വൽ നമ്പർ ഓഫ് ആനയോൺസ് ആൻഡ് കാറ്റയോൺസ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്താണ്? ഇങ്ങനെ ആനയോണിന്റെയും കാറ്റയോണിന്റെയും എണ്ണം കുറഞ്ഞാൽ ദ ഡെൻസിറ്റി ഓഫ് ദ ക്രിസ്റ്റൽ ഡിക്രീസസ്. ഡെൻസിറ്റി, ആ സോളിഡിന്റെ ഡെൻസിറ്റി കുറയും. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, ഏത് തരം സോളിഡുകളിലാണ് ഇത്തരം ഡിഫക്റ്റ് കാണുന്നത്? ഓർമ്മിക്കണം, ദീസ് ഡിഫക്ട്സ് ഷോൺ ബൈ അയോണിക് സബ്സ്റ്റൻസ്. അയോണിക് കോമ്പൗണ്ട് വിത്ത് കാറ്റയോൺസ് ആൻഡ് ആനയോൺസ് ആർ ഹാവിംഗ് സിമിലർ സൈസ്. ആനയോണും കാറ്റയോണും ഓൾമോസ്റ്റ് സിമിലർ സൈസ് ഉള്ള സോളിഡിലാണ് ഇത് കാണുന്നത്. എക്സാമ്പിൾ പഠിക്കണം. നാലാമത്തെ പോയിന്റ് ആയിട്ട് NaCl, KCl, CSCl, സീഷ്യം ക്ലോറൈഡ്, AgBr. ഇത്രയും പോയിന്റ്സ് പഠിച്ചാല് നമുക്ക് ഈ ഷോർട്ട് കീ ഡിഫക്റ്റുമായിട്ട് ബന്ധപ്പെടുന്ന നമുക്ക് എല്ലാ പോയിന്റ്സ് നമുക്ക് എക്സാമിനേഷൻ ഈ രൂപത്തിൽ ഡയഗ്രാം വരക്കണം. ഈ 3 പോയിന്റും എക്സാമ്പിൾ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി കഴിയണം. വേക്കൻസി ഡിഫക്റ്റിലെ രണ്ടാമത്തെ ടൈപ്പാണ് ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഷോർട്ട് കീ ഡിഫക്റ്റ് പഠിച്ച അതേപോലെ തന്നെയാണ്, സ്റ്റോയിഷിയോമെട്രിയിൽ ചേഞ്ച് ഉണ്ടാവുന്നില്ല. അപ്പോ ഇവിടെ ഉള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പെർഫെക്റ്റ് ക്രിസ്റ്റൽ, 8A+ഉം 8B- ഉള്ള പെർഫെക്റ്റ് ക്രിസ്റ്റൽ. ഇവിടെ സംഭവിക്കുന്ന എന്താ അറിയോ? ഷോർട്ട് കീ ഡിഫക്റ്റിൽ മിസ്സിംഗ് ഓഫ് ഈക്വൽ നമ്പർ ഓഫ് ആനയോൺസ് ആൻഡ് കാറ്റയോൺസ് ആയിരുന്നു. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ആൻ അയോൺ. ഒരു അയോൺ അതിന്റെ യഥാർത്ഥ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഡിസ്പ്ലേസ് ചെയ്യുന്നു. ആ അയോൺ യൂഷ്വലി എ കാറ്റയോൺ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ കാറ്റയോൺ എന്ന് പറഞ്ഞാൽ ഇവിടെ A+ ആണ്. ഒന്നുമില്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഡയഗ്രാം റെപ്രസെന്റ് ചെയ്യാം. ഒരു A+ അതിന്റെ യഥാർത്ഥ സ്ഥാനത്ത് നിന്ന് മാറിയിട്ട് ഈ ഫ്രീ സ്പേസിൽ ഒക്കുപ്പൈ. ഈ ഫ്രീ സ്പേസിനെ പറയുന്ന പേരാണ് ഇന്റർസ്റ്റീഷ്യൽ പൊസിഷൻ എന്ന് പറയും. അപ്പം ഒരു യൂഷ്വലി എ കാറ്റയോൺ ഡിസ്പ്ലേസ്ഡ് ഫ്രം ദി നോർമൽ സൈറ്റ് ടു ദ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്. അതിന്റെ നോർമൽ സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. അവിടുന്ന് മാറിയിട്ട് അതിന്റെ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് മാറുന്നതിനെയാണ് ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറയാം. അപ്പൊ നമുക്ക് മനസ്സിലാവും സ്റ്റോയിഷിയോമെട്രി മാറിയിട്ടില്ല. 8A+ഉം 8B- ഇതിനകത്ത് തന്നെ ഉണ്ട്. പക്ഷെ A+ അതിന്റെ യഥാർത്ഥ സ്ഥാനത്ത് നിന്ന് മാറിയിട്ട് മറ്റൊരു സ്ഥലത്ത് പോയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോ ഡെൻസിറ്റി ഓഫ് ദ ക്രിസ്റ്റൽ റിമെയിൻ സെയിം. ഡെൻസിറ്റിക്ക് അവിടെ ചേഞ്ച് ഉണ്ടാവുന്നില്ല എന്നതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് നമ്മൾ നേരത്തെ ഷോർട്ട് കീയിൽ പറഞ്ഞ അതേ ടൈപ്പിൽ തന്നെയാണ് പറയുന്നത്. ആരൊക്കെയാണ് ഇത് കാണിക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഷോൺ ബൈ ionic substance which large difference in the ion size of the ion. രണ്ട് സൈസ് ഓഫ് ദി A+ ഉം B- ഉം തമ്മിലുള്ള സൈസ് നല്ല ഡിഫറൻസ് ഉള്ളവരാണ് ഇത് കാണിക്കുക. എക്സാമ്പിൾ ഓർമ്മിക്കണം, ZnS, AgCl, AgBr. എക്സാമ്പിൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നേരത്തെ ഷോർട്ട് കീയിലും പറഞ്ഞൊരു എക്സാമ്പിൾ ഇവിടെ ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് AgBr. അത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വേറെ വരുന്നതാണ്. ഷോർട്ട് കീ ഡിഫക്റ്റും ഫ്രങ്കൽ ഡിഫക്റ്റും കാണിക്കുന്ന സ്പെഷ്യൽ കേസ് ആയിട്ടുള്ള ഒരു മോളിക്യൂൾ ആണ്, ഒരു കോമ്പൗണ്ട് ആണ് AgBr എന്നുള്ളത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ടൈപ്പ് ഡിഫക്ട്സ് ആണ് നോൺ സ്റ്റോയിഷിയോമെട്രിക് ഡിഫക്റ്റ് എന്നുള്ളത്. അതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഡിഫക്ട്സ് ഉണ്ടാവുകയും ചെയ്യും, സ്റ്റോയിഷിയോമെട്രി ഡിസ്റ്റർബ് ചെയ്യുക, അതിന്റെ സ്റ്റോയിഷിയോമെട്രി ഒബേ ചെയ്യാതിരിക്കുക. അത്തരം ഡിഫക്റ്റിനെയാണ് നോൺ സ്റ്റോയിഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ദേ ആർ ഓഫ് 2 ടൈപ്സ്, മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ആൻഡ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് എന്ന് പറയും. ഇനി ഈ മെറ്റൽ എക്സസ് ഡിഫക്റ്റിനെയും മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ കാറ്റയോൺസിനെ ബേസ് ചെയ്തിട്ടാണ് അത് പറയുന്നത്. കാറ്റയോൺസിന്റെ എണ്ണം കൂടുക കുറയുക എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അത് പറയുന്നത്. നമുക്ക് ഷോർട്ട് കട്ടിലൂടെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ 4 പോയിന്റും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് 2 ടൈപ്പ് ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ഡ്യൂ ടു ദി എക്സ്ട്രാ കാറ്റയോൺ ആൻഡ് ഡ്യൂ ടു ദി ആനയോൺ വേക്കൻസി. നിങ്ങൾ ഓർമ്മിക്കണം, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള A+ന്റെയും B- എണ്ണം വെച്ചിട്ട് നമുക്കറിയാം മെറ്റൽ എക്സസ് എന്ന് പറഞ്ഞാൽ A+ അധികം വരണം.
അങ്ങനെ A+ അധികം വരാൻ വേണ്ടിയിട്ട് രണ്ട് വഴിയുണ്ട്. ഒന്നുകിൽ ഡ്യൂ ടു എക്സ്ട്രാ കാറ്റയോൺ എന്ന് പറഞ്ഞാൽ ഒരു A+ തന്നെ എക്സസ് ആയിട്ട് അധികം വരിക. അതെങ്ങനെ വരിക എന്നുള്ളത് നമുക്ക് എക്സ്പ്ലനേഷനിൽ പറയാം. മറ്റൊന്ന് ഡ്യൂ ടു ആനയോൺ വേക്കൻസി B-1 പോയാലും മതി. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നിങ്ങൾ ആലോചിക്കുക. 10 ഉം 10 എടുക്കുക. 10A+ 10 B- ഉള്ള കേസിൽ ഒരു A+ അധികം വരുന്നു, എക്സ്ട്രാ കാറ്റയോൺ. അപ്പൊ 11A+ ആയി, 10 B- ആയി. അപ്പൊ അതിന്റെ സ്റ്റോയിഷിയോമെട്രി ഡിസ്റ്റർബ് ആയി, സ്റ്റോയിഷിയോമെട്രി ഒബേ ചെയ്യുന്നില്ല. അത് മെറ്റൽ എക്സസ് ഡിഫക്റ്റിൽ നമുക്ക് വരും. അതേപോലെ തന്നെ ഡ്യൂ ടു ആനയോൺ വേക്കൻസി ഒരു B- പോയാൽ മതി. അങ്ങനെ B- പോകുമ്പോഴും നമുക്കറിയാം 10A+ 9 B- ആവുമ്പോൾ അപ്പോഴും അവിടെ ഡിഫക്ട്സ് ഉണ്ടാവും ചെയ്യും. രണ്ടാമത്തെ ടൈപ്പ് ഡിഫക്റ്റ് ആയിട്ടുള്ള നോൺ സ്റ്റോയിഷിയോമെട്രിക് ഡിഫക്റ്റിലെ ആദ്യത്തത് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ആണ്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞു A+ B- എണ്ണം വെച്ചിട്ട് കാറ്റയോണും ആനയോണിന്റെയും എണ്ണം വെച്ചിട്ടാണ് നമ്മൾ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ഷോർട്ട് കട്ടിലൂടെയാണ് ഞാൻ ഈ ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തത് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു എക്സ്ട്രാ കാറ്റയോൺ എന്നാണ്. അപ്പൊ എക്സ്ട്രാ കാറ്റയോൺ എന്ന് പറയുമ്പോൾ ആലോചിക്കണം, കാറ്റയോൺ A+ ആനയോൺ B- ആണ്. അപ്പൊ എക്സ്ട്രാ കാറ്റയോൺ A+ന്റെ എണ്ണം അധികം വരണം. അപ്പൊ ഷോർട്ട് കട്ട് പറയുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? ഈ എയും A+ തമ്മിലുള്ള വ്യത്യാസം അറിയണം, ബിയും B- തമ്മിലുള്ള വ്യത്യാസം അറിയണം. എ ഒരു ഇലക്ട്രോൺ ലൂസ് ചെയ്താലാണ് A+ ആയി മാറുക, ബി ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്താലാണ് B- ആയി മാറുക. അങ്ങനെ വരുമ്പോ ഈ A+ന്റെ എണ്ണം കൂടുക കുറയുക എന്ന് പറയുന്നു. അടുത്തതിൽ നമ്മൾ പറയുന്നു A+ന്റെ B- കൂടുക കുറയുക എന്നൊക്കെ പറയും. അങ്ങനെ വരുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സോളിഡിന്റെ അകത്തേക്ക് ഇങ്ങനെ A+ഓ B- വരികയോ പോവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആറ്റമായിട്ടേ പോവുകയുള്ളൂ, അല്ലെങ്കിൽ ആറ്റമായിട്ടേ ആ ക്രിസ്റ്റലിലേക്ക് വരികയുള്ളൂ എക്സസ് വരുന്നുണ്ടെങ്കിൽ. പക്ഷേ എന്നിട്ട് ഈ ക്രിസ്റ്റലിൽ വന്നിട്ടാണ് അത് അയോണായി മാറുന്നത്. അയോണായി മാറുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. എ ഒരു ഇലക്ട്രോൺ ലൂസ് ചെയ്താൽ A+ ആവും, ബി ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്താൽ B- ആവും. അപ്പൊ ശ്രദ്ധിക്കണം, ഈ അയോൺസ് ആയിട്ടല്ല പോവുകയും വരികയും ചെയ്യുന്നത്, ആറ്റമായിട്ടാണ്. നോയിക്കോ, ഇവിടെ നമ്മൾ പറയുന്നത് ഇതൊരു പെർഫെക്റ്റ് ക്രിസ്റ്റലാണ്. വീണ്ടും പറയുന്നത് ഇവിടെ ഒരു A+ അധികം വരണം. അപ്പൊ സ്റ്റോയിഷിയോമെട്രി ചേഞ്ച് ചെയ്യും. ഇവിടെ 8A+ 8 B- ആണല്ലോ ഉള്ളത്. അപ്പൊ ഒരു A+ ഈ ക്രിസ്റ്റലിലേക്ക് വരികയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു A+ അല്ല വരുന്നത്, എ ആണ് വരുന്നത്. അപ്പൊ ഒരു എ ഈ ക്രിസ്റ്റലിലേക്ക് വരുന്നു. വന്നു കഴിഞ്ഞാൽ എവിടെയാ ഫില്ല് ചെയ്യാം? നമുക്കറിയാം ഈ ഫ്രീ ഗ്യാപ്പിലാണ്, ഇന്റർസ്റ്റീഷ്യൽ പൊസിഷനിലാണ്. പക്ഷെ A+ ആയിട്ട് ഫില്ല് ചെയ്യുന്നു. അപ്പൊ ഇവിടെ വരുന്നു, എ വരുന്നു, എന്നിട്ട് അവിടെ ഒരു ഇലക്ട്രോൺ ലൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ A+ ആയി മാറുന്നു. തൊട്ടടുത്ത പൊസിഷനില് അവിടെ ഒരു ഇലക്ട്രോൺ, ഇവിടെ വേണമെങ്കിൽ എഴുതാം, അവിടെ ഒരു ഇലക്ട്രോൺ E- എന്ന ഒരു ഇലക്ട്രോൺ. അപ്പൊ എ ആയിട്ട് വരുന്നു. ഓർമ്മിക്കാൻ ഷോർട്ട് കട്ട് ഇതാണ്. എ ആയിട്ട് വരുന്നു, ക്രിസ്റ്റലിലെത്തി, എന്നിട്ട് അത് A+ ആയി മാറുന്നു. ഒരു ഇലക്ട്രോൺ ലൂസ് ചെയ്യണം. അപ്പൊ അവിടെ ഇലക്ട്രോൺ തൊട്ടടുത്ത ഇന്റർസ്റ്റീഷ്യൽ പൊസിഷനിൽ ഒരു ഇലക്ട്രോൺ കൂടി എഴുതണം. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ഡയഗ്രാം ഓർമ്മിക്കാൻ നടത്താം. അപ്പൊ ഇപ്പൊ നോക്ക്, 9A+ഉം 8 B- ആയി. അപ്പൊ സ്റ്റോയിഷിയോമെട്രി ചേഞ്ച് ചെയ്തു. ഇതാണ് നോൺ സ്റ്റോയിഷിയോമെട്രിക് ഡിഫക്ട് എന്ന് പറയുന്നത്. അതിൽ മെറ്റൽ എക്സസ് ഡിഫക്ട് എന്ന് പറയുന്നു. ആ മെറ്റൽ എക്സസ് ഡിഫക്റ്റിൽ എക്സ്ട്രാ കാറ്റയോൺ വരുന്നു. അപ്പൊ ഇങ്ങനെയാണ് ഇതിനെ ഒന്ന് കണക്ട് ചെയ്യേണ്ടത്. ഇനി ഇതിന്റെ ഒരു അപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്, സിങ്ക് ഓക്സൈഡ് ക്രിസ്റ്റൽ എടുത്തു കഴിഞ്ഞാൽ ZnO ക്രിസ്റ്റൽ ഈസ് വൈറ്റ് ഇൻ റൂം ടെമ്പറേച്ചർ. പക്ഷേ അത് നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ZnO ബ്രേക്ക് ചെയ്തിട്ട് Zn2++ ഹാഫ് 2+2 ഇലക്ട്രോൺ ആവും. അവിടെ എക്സസ് ഇലക്ട്രോൺസ് പിന്നെ വരുന്നു. അതേപോലെ തന്നെ എക്സസ് കാറ്റയോണും വരുന്നു. അപ്പൊ ഈ എക്സസ് കാറ്റയോൺസിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് അവിടെ അതിന്റെ കളർ യെല്ലോ ആയിട്ട് അത് ചേഞ്ച് ചെയ്യും. അപ്പൊ ഇതാണ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു എക്സ്ട്രാ കാറ്റയോൺ എന്ന് പറയുന്നത്. മെറ്റൽ എക്സസ് ഡിഫക്റ്റിലെ സെക്കൻഡ് ടൈപ്പ് ആണ് ഡ്യൂ ടു ആനയോൺ വേക്കൻസി. അപ്പൊ നേരത്തെ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വിചാരിക്കുക. ആനയോൺ വേക്കൻസി എന്ന് പറഞ്ഞാൽ ആനയോൺ കുറയണം, ആനയോൺ പോകണം പുറത്തേക്ക്. അപ്പൊ ആ ക്രിസ്റ്റലിൽ ആനയോൺ കുറയണമെങ്കിൽ, ആനയോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം B- ആണ്. അപ്പൊ B- കുറയണം. ഈ ക്രിസ്റ്റലിൽ നിന്ന് ഒരു B- കുറയണം എന്ന് പറഞ്ഞാൽ ഈ B- ഇവിടുന്ന് പോകണം. ഏത് B- വേണമെങ്കിൽ എടുക്കാം. ഈ B- ഇവിടുന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ നമുക്കറിയാം ബി എങ്ങനെ B- ആയത്? ഒരു ഇലക്ട്രോൺ അധികം സ്വീകരിച്ചിട്ടല്ലേ. അപ്പൊ പുറത്തേക്ക് ബി ആയിട്ട് പോകുമ്പോൾ, ബി ആയിട്ട് ആ ക്രിസ്റ്റലിന് പോകുമ്പോൾ അതിനകത്ത് ഒരു ഇലക്ട്രോൺ അധികം ഉണ്ട്. ആ ഇലക്ട്രോൺ ആ സ്പേസിൽ വെച്ചിട്ടാണ് അത് പോകുന്നത്. അപ്പൊ ശ്രദ്ധിക്കണം, അവിടെ ഒരു വേക്കൻസി ആണ്, ആക്ച്വലി ഒരു ഹോളാണ്. ആ വേക്കൻസിയിൽ ആരുണ്ട്? ഇലക്ട്രോൺ
ഇലക്ട്രോൺ ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. 1 മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയും കൂടിയാണ്. അതായത് മെറ്റൽ എക്സസ് ഡിഫക്ട് ഡ്യൂ ടു ആനയോൺ വേക്കൻസി എന്ന് പറഞ്ഞാൽ ആനയോൺ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഫ്രീ ഇലക്ട്രോൺ ഉണ്ടാവും. ഈ സെന്ററിനെയാണ് നമ്മൾ എഫ് സെന്റർ എന്ന് പറയുന്നത്. ഈ വേക്കൻസി സൈറ്റ് കണ്ടെയ്നിങ് എ ഫ്രീ ഇലക്ട്രോൺ ആണ് പറയാ. വേക്കൻസി സൈറ്റ് പറഞ്ഞ ഗ്യാപ്പ് ആണ്. ആ ഗ്യാപ്പിനകത്ത് ഒരു ഹോളിനകത്ത് ഒരു ഫ്രീ ഇലക്ട്രോൺ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് എഫ് സെന്റർ എന്ന് പറയുന്നത്. ഇനി ഈ എഫ് സെന്റർ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ എന്തൊക്കെ ആപ്ലിക്കേഷൻ ഉള്ളതെന്ന് അറിയോ? ഒന്നാമത്തെ എക്സാമ്പിൾ നമുക്ക് പറയാം. NaCl ക്രിസ്റ്റൽ ഹീറ്റ് ചെയ്താൽ അവിടെ Cl- അയോൺസ് പുറത്തേക്ക് പോകും. അപ്പോൾ അവിടെ എക്സസ് Na+ അയോൺസ് ഉണ്ടാവും. അങ്ങനെ അതിന് യെല്ലോ കളർ NaCl ക്രിസ്റ്റലിന് കിട്ടും. ലിഥിയം ക്ലോറൈഡ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിഥിയം ക്ലോറൈഡിൽ എക്സസ് Li+ വരുന്നു. അങ്ങനെ പിങ്ക് കളർ കിട്ടുന്നു. അപ്പൊ KCl ക്രിസ്റ്റലിനകത്ത് എക്സസ് K+ അയോൺസ് വന്നു കഴിഞ്ഞാൽ അവിടെ വയലറ്റ് കളർ കിട്ടുന്നു. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ട് വൈ എന്നാണ് ക്വസ്റ്റ്യൻ വരിക. ദിസ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എഫ് സെന്റർ എന്ന് എഴുതാൻ വേണ്ടി പറ്റണം. അപ്പൊ എഫ് സെന്റർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ കഴിയും. വേക്കൻസി സൈറ്റ് കണ്ടെയ്നിങ് എ ഫ്രീ ഇലക്ട്രോൺ ഈസ് കോൾഡ് എഫ് സെന്റർ. അപ്പൊ ഇങ്ങനെ എളുപ്പത്തിൽ ഷോർട്ട് കട്ട് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൂടെ ആലോചിക്കുക. ആറ്റംസ് പുറത്തേക്ക് പോകുന്നതും ഇതിലേക്ക് വരുന്നതും ആറ്റംസ് ആയിട്ടാണ്, അയോൺസ് ആയിട്ടല്ല. അപ്പൊ ഇവിടെ അയോൺസ് ആയി ഇവിടെ ഉണ്ട് B-, അത് B ആയിട്ട് പോകണമെങ്കിൽ അവിടെ ഒരു ഇലക്ട്രോൺ വെച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ വരുമ്പോ അവിടെ ഒരു ഇലക്ട്രോൺ ആ വേക്കൻസിയിൽ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള എഫ് സെന്റർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നോൺ സ്റ്റോയിഷിയോമെട്രിക് ഡിഫക്റ്റിലെ സെക്കൻഡ് വൺ ആണ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്ട്. നേരത്തെ പറഞ്ഞ അതേ ടെക്നിക്ക് ആലോചിക്കുക. 10+ 10 B- ഉണ്ട്. അതിൽ മെറ്റൽ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ A+ എണ്ണം കുറയണം. A+ എണ്ണം കുറയാൻ 2 വഴികളുണ്ട്. ഒന്ന് ഡ്യൂ ടു എക്സ്ട്രാ ആനയോൺ എന്ന് പറയാം. എക്സ്ട്രാ ആനയോൺ എന്ന് പറഞ്ഞാൽ ഒരു B- അധികം വരിക. അപ്പൊ 10A+ 11 B- ആവും. അവിടെ ഡിഫക്ട്സ് ഉണ്ടാവും. സ്റ്റോയിഷിയോമെട്രി ഡിസ്റ്റർബ് ചെയ്യുകയും ചെയ്യും. അതേപോലെ നമുക്ക് എന്ത് പറയാം? ഡ്യൂ ടു കാറ്റയോൺ വേക്കൻസി എന്ന് പറയാം. A+ കുറഞ്ഞാൽ മതി. A+ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 9A+ 10 B- വരും. അവിടെയും സ്റ്റോയിഷിയോമെട്രി ഒബേ ചെയ്യുന്നില്ല, ഡിഫക്ട്സ് വരികയും ചെയ്യും. ഇങ്ങനെയാണ് 2 ടൈപ്പില് നമ്മൾ നോൺ സ്റ്റോയിഷിയോമെട്രിക് ഡിഫക്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നോൺ സ്റ്റോയിഷിയോമെട്രിക് ഡിഫക്റ്റിലെ രണ്ടാമത്തെ ടൈപ്പ് ആണ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്ട്. അതും 2 തരത്തിലുള്ളത്. ഒന്ന് എക്സ്ട്രാ ആനയോൺസ് വരാം, അല്ലെങ്കിൽ കാറ്റയോൺ വേക്കൻസി വരാം. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് എക്സ്ട്രാ ആനയോൺ ആണ്. മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്ട് ഡ്യൂ ടു എക്സ്ട്രാ ആനയോൺ എന്നതാണ്. അപ്പൊ ഇവിടെ എക്സ്ട്രാ ആനയോൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ ആലോചിക്കണം. B- അധികം വരണം. B- അധികം വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ B- ആയിട്ട് വരാൻ കഴിയില്ല, B ആയിട്ട് വരുന്നു. എന്നിട്ട് എവിടെയാണ് ഫില്ല് ചെയ്യുക? The anions are occupied at the interstitial position. അപ്പൊ ഇവിടെ B വന്നു, എന്നിട്ട് B- ആവണമെങ്കിൽ എന്ത് വേണം? ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്യണ്ടേ? ആ ഇലക്ട്രോൺ ഗെയിൻ ചെയ്തിട്ട് B- ആയി മാറി. എവിടുന്നാണ് ആ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുക? ദാറ്റ് ഈസ് ഫ്രം ദ നൈബറിംഗ് കാറ്റയോൺ. അപ്പൊ ഈ A+ എന്നുള്ളത് A2+ ആയി മാറും. അപ്പൊ ഓർമ്മിക്കണം, കാറ്റയോൺസ് A+ എന്നുള്ളത് A2+ ആയി മാറും. ആൻഡ് ദ ഇന്റർസ്റ്റീഷ്യൽ പൊസിഷൻ occupied by B- കാറ്റയോൺ. അതായത് B- എന്ന ആനയോൺസ് അവിടെ നമുക്ക് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റില് ഫില്ല് ചെയ്യും. അപ്പൊ ഇവിടെ എക്സ്ട്രാ ആനയോൺ, B- എന്നുള്ളത് ആനയോൺ ആണ്. എക്സ്ട്രാ ആനയോൺ അവിടെ ഫില്ല് ചെയ്യുന്നു. തൊട്ടടുത്ത A+ A2+ ആയി മാറുന്നു. അപ്പൊ ഈ വരുന്നത് B ആയിട്ടാണ്. ഇവിടുന്ന് B- ആയി ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്യണം. ആ ഇലക്ട്രോൺ കിട്ടുന്നത് A+ നിന്നാണ്. പക്ഷേ ദിസ് ഡിഫക്ട് ഈസ് നോട്ട് കോമൺ എന്നാണ് പറയുന്നത്. ഈ ഡിഫക്ട് അത്ര കോമൺ അല്ല. കാരണം എന്താ അറിയോ? ബിക്കോസ് ആനയോൺ ബീയിങ് ലാർജ് ഇൻ സൈസ്, ആനയോണിന്റെ സൈസ് വലുതാണെങ്കിൽ അത് ഇവിടെ ഫില്ല് ചെയ്യാൻ പറ്റില്ല. ഈ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ, ഈ ഗ്യാപ്പില് ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റില്ല. cannot be accommodated at the interstitial site എന്നതാണ്. അപ്പൊ ദിസ് ഈസ് നോട്ട് എ കോമൺ ഡിഫക്ട് എന്നുള്ളത് ഓർമ്മിക്കണം. മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്ട് ഉണ്ടാകുന്ന രണ്ടാമത്തെ വഴിയാണ് ദാറ്റ് ഈസ് കോൾഡ് കാറ്റയോൺ വേക്കൻസി. അപ്പൊ ഹെഡിങ് മാത്രമേ ആലോചിക്കണ്ടു. കാറ്റയോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയണം A+ ആണ്. A+ വീക്കെൻഡ് ആവുന്നു, A+ കുറയുന്നു. അപ്പൊ A+ കുറയുമ്പോൾ വീണ്ടും സ്റ്റോയിഷിയോമെട്രി ഡിസ്റ്റർബ് ചെയ്യും, നോട്ട് ഒബേ ആണ്. അപ്പോ നോൺ സ്റ്റോയിഷിയോമെട്രിക് ഡിഫക്ട് എന്ന് പറയാം. കാറ്റയോൺ വേക്കൻസി A+ പോകണം. അപ്പൊ A+ കുറയണമെങ്കിൽ ഞാൻ ഈ A+ കുറയുന്നു വിചാരിക്കാം. അപ്പൊ ഈ A+ ഞാൻ ഇവിടുന്ന് പോയാൽ അവിടെ വേക്കൻസി ക്രിയേറ്റ് ചെയ്യും.
ചെയ്യുന്നു. ഈ എ പ്ലസ് പോയി കഴിഞ്ഞാൽ വേക്കൻസി ഉണ്ടാവുന്നു എന്ന് പറയുമ്പോ എ പ്ലസ് എങ്ങനെയാണ് പോകേണ്ടത്? എ ആയിട്ടേ പോകാൻ പറ്റൂ. അപ്പൊ എ പ്ലസ് തിരിച്ച് എ ആവണമെങ്കിൽ ഒരു ഇലക്ട്രോൺ അതിനധികം വേണം. അത് കൊടുക്കുന്നത് നേരത്തെ തൊട്ട് മുന്നത്തെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ്, തൊട്ടടുത്ത മറ്റൊരു എ പ്ലസ് ആണ്. അപ്പൊ അത് A2+ ആവും. ഒരു ഇലക്ട്രോൺ കൂടി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇവിടെ A2+ ആവും. യൂഷ്വലി എ കാറ്റയോൺ ഈസ് മിസ്സിംഗ് ഫ്രം ദ നോർമൽ സൈഡ് ആൻഡ് ദ അഡ്ജസന്റ് കാറ്റയോൺസ് ബിക്കംസ് ഇൻക്രീസ്ഡ് എ ചാർജ് എന്ന് അവിടെ പറയാൻ വേണ്ടി കഴിയണം. അപ്പൊ ഇവിടെയുള്ള A+ A2+ ആവുന്നു, ഇവിടെയുള്ള A+ മിസ് ചെയ്യുന്നു. അങ്ങനെ ഇപ്പോ 8 B- 7 A+ ആയി. അപ്പൊ മെറ്റൽ ഡെഫിഷ്യൻസി ആയി, A+ എണ്ണം കുറഞ്ഞു. എങ്ങനെ? ഡ്യൂ ടു ദ കാറ്റയോൺ വേക്കൻസി. A+ പോയിട്ടാണ് അങ്ങനെ ഒരു ഡിഫക്റ്റ് ഉണ്ടായിട്ടുള്ളത്. ഇനി ദിസ് ആരൊക്കെയാണ് ഇങ്ങനെയുള്ള ഡിഫക്റ്റ് കാണിക്കുന്ന സോളിഡുകൾ എന്നാണ് പറയുന്നത്? കോമ്പൗണ്ട് ഷോൺ ബൈ ട്രാൻസിഷൻ മെറ്റൽസ് capable of showing variable oxidation number in their compounds. അതായത് ഡി ബ്ലോക്ക് എലമെന്റ് ആയിട്ടുള്ള എലമെന്റ്സ് ആ കോമ്പൗണ്ടിൽ വേരിയബിൾ ഓക്സിഡേഷൻ നമ്പർ കാണിക്കുന്ന FeO അല്ലെങ്കിൽ FeS, NiO, FeO ഒക്കെ വേരിയബിൾ ഓക്സിഡേഷൻ നമ്പർ കാണിക്കുന്ന എലമെന്റ് ആണ് ഓക്സൈഡിൽ. അപ്പം അങ്ങനെ വരുന്ന എക്സാമ്പിൾ ആണ് ഇതിനകത്ത് കാണുന്നത്. അപ്പൊ ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്ട് ഡ്യൂ ടു കാറ്റയോൺ വേക്കൻസി എന്നുള്ളത്. പോയിന്റ് ഡിഫക്ട്സിൽ മൂന്നാമത്തെ ഡിഫക്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നതാണ് ദാറ്റ് ഈസ് കോൾഡ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. അതായത് പുറത്തിൽ നിന്ന് ആ സോളിഡിലേക്ക് ഈ സോളിഡിൽ ഇല്ലാത്ത പാർട്ടിക്കിൾ ആയിട്ടുള്ള ഇംപ്യൂരിറ്റീസ് പുറത്തുനിന്ന് കടന്നു വരുന്നതിനെയാണ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇൻ ദ ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്, ഈ ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറയുന്നത് പുറത്ത് നിന്ന് എക്സ്ട്രാ ഇംപ്യൂരിറ്റി, ആ കോമ്പൗണ്ടിൽ ഇല്ലാത്ത പുതിയൊരു കോമ്പൗണ്ട് കടന്നു വരിക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോ നമ്മൾ ശ്രദ്ധിക്കുക, ഞാനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള NaCl ക്രിസ്റ്റൽ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നേരത്തെ A+ഉം B- പറഞ്ഞതിന് പകരം Na+ഉം Cl- അടങ്ങിയിട്ടുള്ള NaCl ഈ ഒരു ക്രിസ്റ്റലിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു SrCl2, സ്ട്രോൺഷ്യം ക്ലോറൈഡ് ആഡ് ചെയ്യുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, Sr2+ ആണ് അതിനകത്ത് അടങ്ങിയിട്ടുള്ള ഇംപ്യൂരിറ്റി എന്ന് പറയുന്നത്. ഈ Sr2+ ഉണ്ടല്ലോ, ഈച്ച് Sr2+ can replace 2Na+. ഒരു Sr2+, 2 Na+നെ ഇവിടെ റീപ്ലേസ് ചെയ്യും എന്ന് പറയുമ്പോ ഇവിടെ ഒരു Sr2+ ഉള്ളൂ, പക്ഷെ 2 Na+നെ അത് മാറ്റുന്നു. അപ്പൊ 2 Na+ന്റെ സ്പേസ് അവിടെ കുറഞ്ഞു. മാത്രമല്ല ഒരു സ്ഥലത്ത് മാത്രമാണ് Sr2+ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കഴിയുന്നത്. അപ്പോ ഒരു സ്ഥലത്ത് Sr2+ ഫില്ല് ചെയ്തു, മറ്റേ സ്ഥലത്ത് എന്താ കാണുക? അപ്പോ ഒരു ഗ്യാപ്പ് ആണ് കാണുക. അതുകൊണ്ട് നമ്മൾ പറയും നമ്പർ ഓഫ് വേക്കൻസി, ഈ ഗ്യാപ്പിനെ നമ്പർ ഓഫ് വേക്കൻസി ഈക്വൽ ടു നമ്പർ ഓഫ് Sr2+. അപ്പോൾ ഒരു Sr2+ വന്ന ഒരു വേക്കൻസി ഉണ്ടാവും, 2 Sr2+ വന്ന 2 വേക്കൻസി ഉണ്ടാവും. കാരണം ഈച്ച് Sr2+ can replace 2Na+ എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഈ ഇംപ്യൂരിറ്റി ഡിഫക്റ്റിനെ എളുപ്പത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അതോടൊപ്പം തന്നെ മറ്റൊരു എക്സാമ്പിൾ, സോളിഡ് സൊല്യൂഷൻ ഓഫ് CdCl2, കാഡ്മിയം ക്ലോറൈഡും സിൽവർ ക്ലോറൈഡും AgCl തമ്മിലുള്ള ഒരു സോളിഡ് സൊല്യൂഷൻ നമുക്ക് ഇംപ്യൂരിറ്റി ഡിഫക്റ്റിന് മറ്റൊരു എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് സ്റ്റോയിയോമെട്രിക് ഡിഫക്റ്റും നോൺ സ്റ്റോയിയോമെട്രിക് ഡിഫക്റ്റും ഇംപ്യൂരിറ്റി ഡിഫക്റ്റും വളരെ എളുപ്പത്തിൽ ഷോർട്ട് കട്ട് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ക്ലാസ് കൊണ്ട് കഴിയും. അപ്പൊ നിങ്ങൾ ഈ ക്ലാസ് കണ്ടതിന് ശേഷം ഈ ഡയഗ്രാംസ് ഉൾപ്പെടെയുള്ള നോട്ട്സ് തയ്യാറാക്കുക സ്വന്തമായി തന്നെ. അത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പിന്നീട് പഠിക്കാൻ വേണ്ടിയിട്ട് കഴിയും. 3 മാർക്കോളം എക്സാമിന് ഈ ടോപ്പിക്കിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. അപ്പോ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.